കേരളത്തിൽ വാഹനാപകടങ്ങൾ ഇന്ന് ഏറെയാണ്. എന്നാൽ 109 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. വണ്ടികൾ കുറവായിരുന്ന ആ കാലത്ത് അപകടങ്ങളും കുറവായിരുന്നു. എന്നാൽ കേരളത്തിലെ ആദ്യ വാഹനാപകടം 1914 സംഭവിച്ചു. പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അന്ന് മരണപ്പെട്ടത്. 1914 സെപ്റ്റംബർ 20 കായംകുളത്ത് നടന്ന ആ അപകടത്തിൽ മരിച്ചത് ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും തൊഴാൻ പോകുന്ന പതിവുള്ള ആളായിരുന്നു വലിയകോയി തമ്പുരാൻ. 1914 സെപ്റ്റംബർ 13 അദ്ദേഹം പതിവ് വഴിപാടുകൾക്കു ശേഷം ഹരിപ്പാടിലെ അനന്തപുരം കൊട്ടാരത്തിൽ താമസിച്ചു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. കൂട്ടായി കേരള പാണിനി ഡോക്ടർ AR രാജരാജവർമ്മയും ഗുസ്തിക്കാരനായ ഡ്രൈവർ ഐമനം കുട്ടൻപിള്ളയും പരിചാരകനായ തിരുമുൽപ്പാടും ഉൾപ്പെടെ 4 പേരും കാറിൽ ഉണ്ടായിരുന്നു. ഹരിപ്പാട് നിന്ന് മാവേലിക്കര കായംകുളം വഴി തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു പദ്ധതി. മാവേലിക്കര കഴിഞ്ഞ് കുറ്റിത്തെരുവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു തെരുവ് നായ കാറിന് മുന്നിലേക്ക് ചാടിയതോടെ അപകടം സംഭവിച്ചു. അകമ്പടിക്കാരിൽ ഒരാൾ നായയെ കാലുകൊണ്ട് തൊഴിച്ചോടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് നിയന്ത്രണം വിട്ട കാർ വഴിയരികിലെ ചെറുകുഴിയിലേക്ക് മറിഞ്ഞത്. നാട്ടുകാർ ഓടിക്കൂടി കാറിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തു. AR രാജരാജവർമ്മ വലിയകോയി തമ്പുരാനെ എഴുന്നേൽപ്പിച്ച് സമീപത്തെ വീട്ടിലിരുത്തി പ്രാഥമിക ശുശ്രൂഷ നൽകി. വലിയകോയി തമ്പുരാന്റെ നെഞ്ചിന്റെ വലതുഭാഗത്തിടിച്ചെങ്കിലും മറ്റു ഗുരുതര പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പരിചാരകനായ തിരുമുൽപ്പാടിന്റെ കാലിനും ഒടിവുണ്ടായി. തുടർന്ന് വലിയകോയി തമ്പുരാനെ കൃഷ്ണപുരത്തു നിന്ന് കൊണ്ടുവന്ന പല്ലക്കിൽ മാവേലിക്കരയിലെ ശാരദാ മന്ദിരത്തിലേക്ക് മാറ്റി. പ്രശസ്ത ഡോക്ടർ വല്യത്താനാണ് ചികിത്സ നിർവഹിച്ചത്. എന്നിരുന്നാലും 1914 സെപ്റ്റംബർ 22 രാവിലെ വലിയകോയി തമ്പുരാൻ അന്തരിച്ചു. ഇദ്ദേഹത്തെ കൊണ്ടുവന്ന പല്ലക്ക് ഇന്നും ശാരദാ മന്ദിരത്തിൽ സംരക്ഷിച്ചു പോരുന്നു. ഈ അപകടത്തെക്കുറിച്ച് AR രാജരാജവർമ്മയുടെ മക്കളായ M ഭാഗീരഥിയമ്മ തമ്പുരാനും M രാഘവവർമ്മ തമ്പുരാനും ചേർന്നെഴുതിയ AR രാജരാജവർമ്മ എന്ന ഗ്രന്ഥത്തിലും പരാമർശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. മൈക്രോപ്ലാസ്റ്റിക് മലിനീകരണം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ്. എന്നാൽ ഇതിനേക്കാളും ഞെട്ടിക്കുന്ന ഒരു വസ്തുത മനുഷ്യന്റെ തലച്ചോറിലും ഇത് ഉണ്ട് എന്നതാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ഗവേഷകർ നടത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ തലച്ചോറിലും മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം ഉണ്ടെന്നാണ് ഗവേഷണത്തിൽ തെളിഞ്ഞത്. ഒരു പ്ലാസ്റ്റിക് സ്പൂണിൻ്റേതിന് തുല്യമായ ഭാരത്തിലാണ് തലച്ചോറിൽ മൈക്രോപ്ലാസ്റ്റിക് ഉള്ളതെന്നും പഠനം വെളിവാക്കുന്നു. ഈ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും ഗവേഷണം പറയുന്നുണ്ട്. ന്യൂ മെക്സിക്കോ സർവകലാശാലയിലെ ഗവേഷകരുടേതാണ് പഠനം. നേച്ചർ മെഡിസിൻ എന്ന ശാസ്ത്ര ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചു. 2022 മനുഷ്യരക്തത്തിൽ ആദ്യമായി മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് വലിയ ഞെട്ടലിന് ഇടയാക്കിയിരുന്നു. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ സ്ഥിതി ചെയ്യുന്ന വ്രിജെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷകരാണ് അന്ന് പഠനം നടത്തിയത്. 22 പേരിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ചായിരുന്നു പഠനം. ഇവരിൽ 17 പേരിലെ രക്തസാമ്പിളുകളിൽ മൈക്രോപ്ലാസ്റ്റിക്സിന്റെ അംശം ഗവേഷകർ കണ്ടെത്തി. ശരീരത്തിലെമ്പാടും മൈക്രോപ്ലാസ്റ്റിക് തരികൾക്ക് സഞ്ചരിക്കാമെന്നും അവയവങ്ങളിൽ അടിഞ്ഞുകൂടാമെന്നും ഗവേഷകർ പറയുന്നു. മനുഷ്യ ശരീരത്തിൽ മൈക്രോപ്ലാസ്റ്റിക് എത്രത്തോളം തകരാറുകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ശാസ്ത്രീയമായ വ്യക്തതയില്ല. എന്നാൽ ലബോറട്ടറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുഷ്യകോശങ്ങളെ മൈക്രോപ്ലാസ്റ്റിക്സ് പ്രതികൂലമായി ബാധിക്കുന്നതായി നേരത്തെ തന്നെ ഗവേഷണത്തിൽ തെളിഞ്ഞിരുന്നു. പകലും രാത്രിയും വ്യത്യാസമില്ലാതെ ചൂട്. അല്പം കാറ്റ് കൊള്ളാമെന്ന് കരുതിയാലും ഫാനിൽ നിന്ന് വരുന്നതും ചൂട് കാറ്റ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ അവസ്ഥയാണിത്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിൽ ചൂട് ഉയരുന്നത്. സംസ്ഥാനത്ത് പകൽ പോലെ രാത്രിയിലും ചൂട് അനുഭവപ്പെടുകയാണ്. നിലവിൽ പലയിടങ്ങളിലെയും രാത്രി താപനില 28 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതോടൊപ്പം ഈർപ്പം 80 മുതൽ 90% വരെയായി. വരും ദിവസങ്ങളിൽ ചൂട് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പകൽ ഉയർന്ന താപനില 35 മുതൽ 40 ഡിഗ്രി സെൽഷ്യസിനിടയിലാണ്. അനൌദ്യോഗികമായി കേരളത്തിൽ പലയിടങ്ങളിലും ഇതിൽ കൂടുതൽ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. ഫാനിട്ട് ശരീരം തണുപ്പിക്കാമെന്ന് കരുതിയാൽ ലഭിക്കുന്ന കാറ്റും ചൂടാണ്. കഴിഞ്ഞ വർഷം പോലെ ഇത്തവണയും റെക്കോർഡ് AC വിൽപ്പന ഉണ്ടായേക്കുമെന്നാണ് സൂചന. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും. ശരീരത്തിലുണ്ടാകുന്ന ചൂട് പുറത്തേക്ക് കളയുന്നതിന് തടസ്സമുണ്ടാകും. അതാണ് സൂര്യാഘാതം. നേരിട്ട് വെയിലേൽക്കുന്ന കൈകൾ, മുഖം, കഴുത്ത് തുടങ്ങിയ ശരീരഭാഗങ്ങളിൽ സൂര്യതാപമേറ്റ് ചുവന്നു തടിക്കുകയും വേദനയും പൊള്ളലും അനുഭവപ്പെടുകയും ചെയ്യും. ചിലർക്ക് പൊള്ളലേറ്റ ഭാഗങ്ങളിൽ തീപ്പൊള്ളൽ ഏൽക്കുന്നത് പോലെ കുമിളകളും ഉണ്ടാകാറുണ്ട്.
പൊള്ളലേറ്റ ഭാഗത്തെ കുമിളകൾ ഒരിക്കലും പൊട്ടിക്കരുത്. സൂര്യാഘാതത്തേക്കാൾ കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ് താപശരീര ശോഷണം. കനത്ത ചൂടിനെ തുടർന്ന് വിയർപ്പിലൂടെ ശരീരത്തിലെ ജലവും ലവണങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. ജലത്തിന്റെ നാലാമത്തെ അവസ്ഥ സൃഷ്ടിച്ചെടുത്ത ഗവേഷകർ. ജലത്തിന്റെ ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് നേരത്തെ വാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിനുള്ള തെളിവാണ് ഗവേഷകർ പുറത്തുവിടുന്നത്. സാധാരണയായി കാണപ്പെടുന്ന മൂന്നവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായ പ്ലാസ്റ്റിക് ഐസ് VII എന്ന അവസ്ഥയിൽ അന്യഗ്രഹത്തിൽ ജലമുണ്ടാകാമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ജലത്തിന്റെ ഇത്തരമൊരു അവസ്ഥയെക്കുറിച്ച് മുൻപും വാദങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ആദ്യമായി ഈ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുമായി എത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ഫ്രാൻസിലെ അന്താരാഷ്ട്ര ശാസ്ത്ര സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബ് ലാനാജെവിലെ ഒരു സംഘം ഗവേഷകരാണ് പ്ലാസ്റ്റിക് ഐസ് VII സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഉയർന്ന ശേഷിയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ജലത്തെ 6 ഗിഗാപാസ്കൽ മർദ്ദത്തിലേക്ക് മർദ്ദം അളക്കുന്ന യൂണിറ്റാണ് പാസ്കൽ. 1 മില്യൺ പാസ്കലാണ് 1 ഗിഗാപാസ്കൽ. ജലത്തെ അമർത്തി 327 ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവിൽ ചൂടാക്കിയാണ് പ്ലാസ്റ്റിക് ഐസ് VII എന്ന രൂപത്തിലേക്ക് ഗവേഷകർ മാറ്റിയെടുത്തിട്ടുള്ളത്. നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റങ്ങൾ പോലുള്ള സൂക്ഷ്മ കണങ്ങളുടെ ചലനം നിരീക്ഷിക്കുന്ന ക്വാസി ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് രീതിയാണ് ഗവേഷകർ ഇതിനായി ഉപയോഗപ്പെടുത്തിയത്. ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഐസ് VII-ൽ ഹൈഡ്രജൻ കണികകൾ അതിസൂക്ഷ്മമായ പരിധിയിൽ നിശ്ചിത കേന്ദ്രത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങുമെന്ന 17 കൊല്ലം മുൻപത്തെ ശാസ്ത്ര പ്രവചനത്തിനാണ് പുതിയ ഗവേഷണം സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ദ്രാവക ഖരാവസ്ഥകളിലുള്ള ജലത്തിന്റെ സവിശേഷതകൾ പ്രകടമാക്കുന്നതിനാലാണ് ഈ ജലാവസ്ഥയ്ക്ക് പ്ലാസ്റ്റിക് ഐസ് VII എന്ന നാമം നൽകിയിട്ടുള്ളത്. ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു പരിധിവരെ ക്രമരഹിതമായിരിക്കുമ്പോൾ അതിന് തികച്ചും സവിശേഷമായ ഒരു പരസ്പരബന്ധിത ഘടനയുമുണ്ട്. അതേസമയം പ്ലാസ്റ്റിക് ഐസ് VII ഉരുകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നത് അവ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.